എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എല്ലാവരെയും അൽഹസം മോളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് വന്നിട്ട് നമ്മുടെ ഖത്തറിലെ കുട്ടികളുടെ നോമ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുമോളുണ്ട്, ഹായ് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട്. പിന്നെ അത് ഞങ്ങൾ ഇന്ന് മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഇടയ്ക്ക് ഒന്നിരാടം ദിവസങ്ങളിൽ ഞങ്ങൾ വരാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മോളുമായിട്ട് പിന്നെ ഞങ്ങൾ പോവാണ്. ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ നോമ്പ് സമയത്ത് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം, കുട്ടികൾക്ക് എല്ലാവർക്കും വലിയവരൊക്കെ വന്ന് പങ്കെടുത്ത് അത് കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഖരങ്കുവ ആണ് ഇതിൻ്റെ പേര്. ഉത്സവത്തിൻ്റെ പേര് വന്നിട്ട് അൽഹസ മോളിലാണ് ഇത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുമോള് വന്നിട്ട് ഡാഡയെ കാത്തു നിന്നതാണ്. അത്രയും നേരവും സ്റ്റക്കായി നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഡാഡ കൂടെ ഉണ്ടെങ്കിൽ ഡാഡയും മമ്മയും കൂടെ വേണം. മോള് അതിന് മുന്നേ എന്തോ നോക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. കണ്ട ഈ ഒരു മരം കണ്ട എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിക്കേ. ഇവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനത്തെ ഒരു മരം ചെടി പോലെ നട്ടിട്ടുണ്ട്. അത് ഒരു ഷേപ്പിലായിട്ടൊക്കെയാണ് അവർ നട്ടുവിട്ടിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അതുമൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആ മുകളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. വലിയൊരു മോളാണ് ഉണ്ട്. അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഇത് കണ്ട കുട പോലെ ഉണ്ട്. മുകളിലത്തെ ഭാഗം കണ്ടാൽ ഒരു കുട ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കും പോലെ തന്നെ ഉണ്ട്. പിന്നെ അവരുടെ വലിയവർക്കുള്ള പ്രാർത്ഥനയും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയൊക്കെയാണ് ഇതിനകത്ത് ഓരോരോ ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരുന്നത്. 6 മണി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങളും ഒക്കെ മുകളിനകത്ത് നടക്കും. ഒത്തിരി ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി. അറബി കുട്ടികളെയും നല്ല അറബികളെയും നല്ല സുന്ദരി അറബി പെണ്ണുങ്ങളെയൊക്കെ കാണാനുള്ള അവസരം ഉണ്ടായി. വീണ്ടും എല്ലാവരെയും കണ്ട് അങ്ങനെ ഹാപ്പിയായിട്ട് നടക്കണം. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു സ്റ്റക്കായി നിൽക്കും. എന്താ വെച്ചാൽ ബാക്കിൽ ഞാൻ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട്. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇമാതിരി കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഖം നോക്കാൻ വേണ്ടിയിട്ട് അല്ല, അതിലെന്തോ അറബിയിൽ എഴുതിയിട്ടുണ്ട് ആ കണ്ണാടിയിൽ. അതിൽ അന്ന് ഫാമിലിയായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. എന്താണ് അതിൻ്റെ ഒരു വിശേഷമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ആരോടും ചോദിക്കാനും പറ്റിയില്ല. കൂടുതലും അറബികളെയാണ് ഞങ്ങളവിടെ കണ്ടത്. നമ്മളെപ്പോലുള്ള 1-2 മലയാളികളെ കണ്ടാലും അവരോടൊത്തും ചോദിച്ചാലും 1-2 പേർക്ക് ചോദിച്ചിട്ടും അവർക്കൊരു പിടിയില്ല. അത് ഒരു കണ്ണാടിയല്ല, അറബിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ഓരോരോ ഇത് ഇവിടെ ഫുള്ളായിട്ടും 1, 2 അല്ല 10 ഒത്തിരി കണ്ണാടികൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാത്തിലും എന്തോ എഴുതിയിട്ടുമുണ്ട്. അപ്പം അറബികളുടെ ഫാമിലി കുട്ടികളുമായിട്ടൊക്കെ വന്ന് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുടുംബ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും കൂട്ടത്തിൽ പോയി അവിടെ വേറെ കണ്ണാടിയിൽ ഞങ്ങളും പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. എന്താണെന്ന് അതിൻ്റെ ഐതിഹ്യത്തിനെ കുറിച്ചൊന്നും അറിയില്ല. അവരുടെ നൊയമ്പ് കാലത്തുണ്ടാവണ എന്തെങ്കിലും ആയിരിക്കാം. പിന്നെ ഒരു കുട്ടിയെയും അറബിയെയൊക്കെ കണ്ടു. ഇതതിൻ്റെ വെളിഭാഗമാണ് കേട്ടോ. കണ്ണാടികൾ ഒരുപാട് കണ്ണാടികളുണ്ടായിരുന്നു. വലിയൊരു ഹാള് നിറച്ചും ഇങ്ങനെ ഒത്തിരി കണ്ണാടികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാണാമല്ലോ. എന്താ എല്ലാത്തിലും എഴുതിയിട്ടുമുണ്ട്. മുകളിലായിട്ട് എന്തോ അറബിയിൽ എഴുതിയിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയുള്ള കണ്ണാടികളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വർണ്ണ കളറിലെ ഒരു കയറി വരാനുള്ള ഒരു പില്ലറൊക്കെ കണ്ടാൽ സ്വർണ്ണമാണെന്നേ തോന്നുള്ളൂ. ആ രീതിയിലുള്ള പില്ലറൊക്കെ ആയിരുന്നു അവിടുത്തെ പില്ലറുകൾ. കാണാൻ അത്ര നീറ്റും ഭംഗിയുമാണ് ആ മോള് കാണാനായിട്ട്. എല്ലാം ഉണ്ട്. നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങളും കഴിക്കാനുള്ളതും ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റും. ചായയൊക്കെ കുടിക്കാം, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാം. അങ്ങനെ പിന്നെ എൻ്റെ കുഞ്ഞുമോള് അവളെ ഇങ്ങനെ അങ്ങ് വിട്ടാൽ മതി. അവളിങ്ങനെ നടക്കും. സൂര്യ പുറകെ ഓടും. പിന്നെ പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും നല്ല കാഴ്ചയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന പാട്ട് പറഞ്ഞു കൊടുക്കുവാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രോയിങ് ആയിരുന്നു.
അവർക്ക് പെൻസിലൊക്കെ പെൻസിലും കളർ പെൻസിലും പിന്നെ ഡ്രോയിങ് വരച്ച് ഫ്രൂട്ട്സിൻ്റെതും പിന്നെ പല നമ്മുടെ മൃഗങ്ങളുടേതൊക്കെ പടങ്ങൾ പെൻസിലിട്ട് വരച്ചിട്ട് അതിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് എല്ലാ കുട്ടികളുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ചെന്നുടനെ ഒരു കുട്ടിയെ കിട്ടിയായിരുന്നു. അവൾക്ക് രണ്ടുപേരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരമായിരുന്നു. മോളും എന്തൊക്കെയോ കിലുകിലുകില്ലെന്ന് പറയാനുണ്ടായിരുന്നു. ആ കുട്ടി അറബിയാണ്. അങ്ങനെ എല്ലാ കുട്ടികളുടെയും കൂട്ടത്തിൽ എൻ്റെ മോളെ ഞാൻ കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ എല്ലാവരുടെ ഒപ്പവും മോളും ഡ്രോയിങ്ങൊക്കെ വരയ്ക്കുന്നുണ്ട്. അവൻ കണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്, വരച്ച ഫോട്ടോ വരച്ച ഡ്രോയിങ് കൊണ്ട് കാണിക്കുന്നുണ്ട് അവളെ. അങ്ങനെ അവരുടെ ولا أحد يوقظني حتى يؤذن المغرب. കുട്ടികളുടെ കവലിൽ പിന്നെ ഒരു ഡ്രോയിങ് അതുപോലെ പേപ്പറിൽ طبعا يا حبيبتي وكذلك لن نكتفي بالصلوات. ഒരിത് വരച്ചു കൊടുക്കണം. അങ്ങനെ എൻ്റെ കുഞ്ഞുവാവയെ ഞാൻ കയറ്റി വിട്ടു. അവൾക്കും വരച്ചു കൊടുത്തു. ഒരു ലവ് ചിഹ്നമാണ് റെഡ്. ഇതേ കണ്ടോ. അവളും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. അതുമൊക്കെ വരച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഏകദേശം സമയം 12 ഒക്കെ കഴിഞ്ഞു. അതിനകത്ത് കയറിയാൽ ടൈം പോണതേ അറിയില്ല. അതിന് അപ്പോഴും പാട്ട്, ഈ അറബികളുടെ പാട്ട് പാടിയിട്ട് ഇരിക്കുകയായിരുന്നു. അതിനാണ് അവൾക്ക് ആ പാട്ട് കേട്ടപ്പോൾ ഡാൻസ് വന്നത്. അവരുടെ പാട്ടും കുറച്ച് അവരുടെ ആ ഒരു സംസാര രീതികളുമൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ വേണ്ടാന്ന് ഒഴിവാക്കിയതാണ്. എൻ്റെ മോക്കും ആ പാട്ട് കേട്ടപ്പോൾ കളി വന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് റോഡിലോട്ട് കാറിൽ വന്നപ്പോൾ ഒത്തിരി കാഴ്ചകൾ നമുക്ക് റോഡിൽ രാത്രി ആയി കഴിഞ്ഞാൽ കാണാൻ ഉള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. എത്ര നമ്മളത് വീഡിയോ എടുക്കണ്ടെന്ന് മനസ്സിൽ വിചാരിച്ച് ഇരുന്നാലും അറിയാണ്ട് കയ്യിൽ സെല്ലെടുത്തു പോകും. അത്രയും ഭംഗിയുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളിലും അറബികളുടെ വലിയ വലിയ വീടുകളും ഒക്കെയാണ് ഈ കാണുന്നതൊക്കെ. ഓഫീസുകൾ, അത് അവരുടെ ആ ഓഫീസിൻ്റെയൊക്കെ മോഡലുകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് അത്ഭുതം തോന്നും. രാത്രിയിലൊക്കെ ഇങ്ങനെ കാറിലിങ്ങനെ